കുഞ്ഞുമണിയമ്മേ, നാളെ രാവിലെ എന്താ കഴിക്കാനുള്ളത്? പുട്ടും ദോശയൊക്കെ കഴിച്ച് ഞാൻ മടുത്തു. നാളെ പുട്ടും കടലയും കഴിച്ച് മടുത്തെങ്കിൽ നാളെ ഒരു സ്പെഷ്യൽ സാധനം ഞാൻ ഉണ്ടാക്കി തരും. പോരെ? എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഞാനോ, നമുക്ക് നാളെ ഒരു പഴങ്കഞ്ഞി ഉണ്ടാക്കി തരാമെന്ന് ഓർത്തിരിക്കാൻ നോക്കും. പഴങ്കഞ്ഞിയോ? അതിന് ഒരുപാട് സാധനങ്ങളൊക്കെ വേണം. അതിന് ഉള്ളി, പച്ചമുളക്, തൈര്, ഉപ്പ്. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് കൊച്ചിന് ഇഷ്ടമല്ലേ ഇത്? നാളെ ഞാൻ നല്ല അടിപൊളിയായിട്ട് കൊച്ചിന് വയറ് നിറച്ച് പഴങ്കഞ്ഞി. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പഴയ ആൾക്കാരൊക്കെ ഇതൊക്കെ കഴിച്ചാണ് പണിക്ക് പോണത്, കൊയ്യാൻ പോണത്. നമ്മുടെ അമ്മൂമ്മമാരും നിൻ്റെ അമ്മൂമ്മമാരും എൻ്റെ അമ്മൂമ്മമാരും ഒക്കെ പണ്ടങ്ങനെ ചെയ്തത്, ഞങ്ങളുമൊക്കെ അങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് കൊച്ചിന് നാളെ പഴങ്കഞ്ഞി ഉണ്ടാക്കി നമുക്ക് കഴിക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ തയ്യാറാക്കി കഞ്ഞിയുടെ അകത്തേക്ക് ഇടുക. ഇച്ചിരി തൈര് ഒഴിച്ചു. ഇനി അതിന് പാകത്തിന് ഉപ്പ്. അപ്പം നല്ലപോലെ അങ്ങോട്ട് ഇളക്കി എന്നിട്ട് നാളെ രാവിലെ നമുക്ക് പഴങ്കഞ്ഞിയായിട്ട് കുടിക്കാം. നാളെ പഴങ്കഞ്ഞിയുടെ കൂടെ കുടിക്കാൻ ഒരുപാട് കറികളുണ്ട്. അത് ഞാൻ രാവിലെ ഉണ്ടാക്കിത്തരാം. റെഡിയായിക്കൊണ്ടിരിക്കണം. ഇനി അച്ചാർ, തോരൻ, മോര്, രണ്ടുണക്കമീൻ വറുത്തത്, മീൻകറി ആവശ്യത്തിന് ഇതിലൊഴിച്ച് കഴിക്കുക. പണ്ട് നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മമാരൊക്കെ കഴിക്കണ ചട്ടിയായത്. അപ്പോൾ വാരി ഉണ്ണുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക്. വാ, പഴങ്കഞ്ഞി ചെറുതായി. ചട്ടിയിൽ കഴിക്കണ നല്ല ടേസ്റ്റ്. സ്പൂണില്ല, കൈകൊണ്ട് വാരുണ്ണു. പണ്ടത്തെ ആൾക്കാർ സ്പൂണിലല്ല കഴിക്കണത്. അതുകൊണ്ട് ഇങ്ങനെ ഞുരടി ഈ അച്ചാറും ഈ തോരനും ഈ ഉണക്കമീനും കൂടി കടിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പഴങ്കഞ്ഞി കുടിക്കുന്നത്. അത് നല്ലതാണ്, കുടിച്ചു നോക്കും. എങ്ങനെയുണ്ട് മോളെ? അടിപൊളിയായിരിക്കുന്നു. മീൻകറി വേണം, മീൻകറി.